4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ടോണി അച്ചായൻ കോട്ടെ, നിങ്ങൾ ഇത്രയും വലിയൊരു കള്ളനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കുറേ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് 3 സ്റ്റേജുകളിലൂടെയാണ് ആളുകളെ മനുഷ്യൻ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അവരെ നെഞ്ചോട് ചേർത്ത് സ്റ്റോറി ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് അവരെ ഹീറോ ആക്കി അവരെ റോൾ മോഡലാക്കി മാറ്റും. രണ്ടാമത്തെ സ്റ്റേജാണ് ഏറ്റവും വലിയൊരു കോമഡി. അവർക്ക് തന്നെ പിന്നീട് ഒരു തോന്നൽ വരും, ഒരു അസൂയ വരും, ഒരു ക്രിമിക്കടി വരും. എങ്ങനെയാണ് ഇവർക്ക് ഇത്ര അധികം ക്യാഷ് വന്നു എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും അലിഗേഷൻ വരുന്ന സമയത്ത് ചാടിക്കേറി കടിച്ചു കയറി ആ നല്ലത് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ചീത്ത പറഞ്ഞ് സ്റ്റോറി ഇട്ട് നാറ്റിച്ച് ഇല്ലാതാക്കും എന്നുള്ളതാണ്. അച്ചായൻ്റെ കേസിലും ഇത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് വന്നു, ഒരുപാട് പേര് അദ്ദേഹം സഹായിക്കാൻ തുടങ്ങി, 40 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. 2021 മുതൽ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻ പറഞ്ഞത് ആ ഒരു കുടുംബം തന്നെ പറയുന്നുണ്ട് അവർക്ക് സർക്കാരിൽ നിന്ന് സ്ഥലം കിട്ടിയിട്ടുണ്ട്, സഹായം കിട്ടിയിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടുന്ന 3.5 to 4 lakh വെച്ചിട്ട് ഒരു വീടുണ്ടാകാൻ കഴിയില്ല എന്നുള്ള ഏതൊരു പൊട്ടൻ ചിന്തിച്ചാൽ മനസ്സിലാവും. ബാക്കി എമൗണ്ടാണ് അച്ചായൻ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആളുകൾ കൊടുത്തതിന് ശേഷം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവർ കൊടുക്കുന്നതോട് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് ആളുകൾക്കും രക്ഷപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞോട്ടെ. എന്നിട്ട് അദ്ദേഹം അവർ വീണ്ടും പോയി കണ്ട് ഇതൊന്നും തെളിയിക്കേണ്ട ഒരവസ്ഥ.